നമസ്കാരം. മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണല്ലോ. അത് ഇങ്ങ് ഭൂമിയിൽ മാത്രമല്ല, അങ്ങ് ചന്ദ്രനിലും ഇതേ പ്രശ്നം തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോളോ ചാന്ദ്ര ദൗത്യത്തിലേർപ്പെട്ടവർ ചന്ദ്രനിൽ ഉപേക്ഷിച്ച മാലിന്യ ബാഗുകളും സ്യൂട്ടുകളും ഉപയോഗശൂന്യമായ ഉപകരണങ്ങളുമാണ് ചന്ദ്രനിലെ വിഷയം. ആ ബാഗുകളും അനുബന്ധ വസ്തുക്കളും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നവർക്ക് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ $30 ലക്ഷം, അതായത് ഏകദേശം 25.82 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പൊതുജനങ്ങൾക്കടക്കം നാസയുടെ ഈ ലൂണ റീസൈക്കിൾ ചലഞ്ചിൽ പങ്കെടുക്കാം. ഇതിലൂടെ നിലവിൽ ചന്ദ്രനിലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനൊപ്പം ദീർഘകാല ചാന്ദ്ര ദൗത്യങ്ങളിലും ബഹിരാകാശ യാത്രകളിലും ഭാഗമാകുന്നവരുടെ മലമൂത്ര വിസർജ്യങ്ങളും മറ്റും യഥോചിതം കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് നാസ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മനുഷ്യർ ചെന്നെത്തുന്ന ബഹിരാകാശയിടങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന ഇത്തരം മാലിന്യങ്ങൾ വളവും ഊർജവുമാക്കി പരിണമിപ്പിക്കും വിധമുള്ള പുനരുപയോഗ സാധ്യതകളും ലൂണ റീസൈക്കിൾ ചലഞ്ച് തേടുന്നുണ്ട്. അത്തരമൊരു സാങ്കേതിക സംവിധാനം കണ്ടെത്താനായാൽ അത് ബഹിരാകാശ യാത്രകളിൽ, പ്രത്യേകിച്ച് ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലും ദീർഘനാൾ താമസിച്ചുള്ള ഗവേഷണങ്ങളിലും ദൗത്യങ്ങളിലും ഏറെ ഗുണകരമായി തീരും. മലമൂത്ര വിസർജ്യങ്ങളും ഛർദിയും അടങ്ങിയ 96 ബാഗുകളാണ് അപ്പോളോ പര്യവേക്ഷകർ ചന്ദ്രനിൽ ഉപേക്ഷിച്ച് മടങ്ങിയത്. വിവിധ പഠനങ്ങൾക്കായി ചന്ദ്രനിലെ പാറയും മണ്ണുമെല്ലാം ആ ചാന്ദ്ര ദൗത്യത്തിലൂടെ ശേഖരിച്ചു കൊണ്ടുവരേണ്ടതായി ഉണ്ടായിരുന്നു. അവ കൊണ്ടുവരുമ്പോൾ പേടകത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിനായാണ് ഇത്തരത്തിൽ മാലിന്യങ്ങളും മറ്റും ചന്ദ്രനിൽ തന്നെയിട്ട് അവർ മടങ്ങിയത്. സമീപ ഭാവിയിൽ ആർടെമിസ് എന്ന പുതിയൊരു ചാന്ദ്ര ദൗത്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള ആസൂത്രണങ്ങൾ നാസ നടത്തിവരികയാണ്. അതിനിടെയാണ് ചന്ദ്രനിലെ മനുഷ്യ മാലിന്യ സംസ്കരണത്തിനുള്ള ഫലപ്രദമായ പരിഹാര മാർഗങ്ങൾ തേടി നാസ ലൂണ റീസൈക്കിൾ ചലഞ്ചുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 4 പേരടങ്ങിയ ഒരു ദൗത്യ സംഘം ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കിടെ 2500 കിലോഗ്രാം മാലിന്യങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് നാസയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൗകര്യങ്ങൾ കുറഞ്ഞ ചെറുപേടകങ്ങളിൽ അത്തരം മാലിന്യങ്ങൾ കൂടി